300 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തെലങ്കാന ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ പിടിയിൽ. ഹൈദരാബാദിലെ പോലീസ് കമ്പ്യൂട്ടർ സർവീസസ് DSP സങ്കീർ റെഡ്ഡി ഭീം റെഡ്ഡിയെയാണ് ACB അറസ്റ്റ് ചെയ്തത്. സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറിയാണ് DCPയെ കുടുക്കിയത്. അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ഹൈദരാബാദിലെ പോലീസ് കമ്പ്യൂട്ടർ സർവീസസിൽ ജോലി ചെയ്യുന്ന ഭീം റെഡ്ഡിയെ തിങ്കളാഴ്ച രാത്രിയോടെയാണ് വസതിയിൽ വെച്ച് അഴിമതി വിരുദ്ധ ബ്യൂറോ അറസ്റ്റ് ചെയ്യുന്നത്. തന്റെ സർവീസ് കാലയളവിൽ അഴിമതിയിലൂടെയും വഴിവിട്ട മാർഗങ്ങളിലൂടെയും ഇയാൾ ഏകദേശം 300 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്നാണ് കണ്ടെത്തൽ. കേസ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത് ഭീം റെഡ്ഡി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു ഡയറിയാണ്. തീർത്ഥാടനത്തിന് പോകുന്നതിന് മുൻപ് എഴുതിയ ഈ ഡയറിയിൽ തന്റെ സ്വത്തുക്കൾ, നിക്ഷേപങ്ങൾ, കടബാധ്യതകൾ, ബിനാമികളുടെ പേരുകൾ എന്നിവ ഇയാൾ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ ഡയറിയുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ വാട്സപ്പ് വഴി തന്റെ 2 മക്കൾക്കും അയച്ചു കൊടുത്തു. ഈ ഫോൺ രേഖകളാണ് പല സ്വത്തുക്കളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കണ്ടെത്താൻ ഉദ്യോഗസ്ഥരെ സഹായിച്ചത്. ഡയറിയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ 2-ന് ഭീം റെഡ്ഡിയുടെ വസതിയിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ബിനാമികളുടെയും വീടുകൾ ഉൾപ്പെടെ തെലങ്കാനയിലെയും കർണാടകയിലെയും 16 സ്ഥലങ്ങളിൽ ACB ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു. ഹൈദരാബാദിലെ വിവിധയിടങ്ങളിലായി വില്ലകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവ ഇയാൾ സ്വന്തമാക്കിയതായി ഈ പരിശോധനയിൽ കണ്ടെത്തി. കൂടാതെ തെലങ്കാനയിലും കർണാടകയിലുമായി 44 ഏക്കറോളം കൃഷിഭൂമിയും ഇയാൾക്കുണ്ട്. പരിശോധനയിൽ 2 കിലോ സ്വർണ്ണാഭരണങ്ങളും 20 കിലോ വെള്ളിയും കണ്ടെടുത്തു. ഭീം റെഡ്ഡിയുടെ വസതിയിൽ നിന്ന് 3.6 ലക്ഷം രൂപയും ബിനാമിയുടെ വീട്ടിൽ നിന്ന് 40 ലക്ഷം രൂപയുമാണ് പിടിച്ചെടുത്തത്. വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 19.91 ലക്ഷം രൂപയുടെ ബാലൻസും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ശ്രീ രാഘവേന്ദ്ര റോക്സ് ആൻഡ് മിനറൽസ് എന്ന സ്ഥാപനത്തിൽ 75 ലക്ഷം രൂപയുടെ നിക്ഷേപവും ഇയാൾ നടത്തിയിരുന്നതായി ACB കണ്ടെത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.